ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ സുപ്രധാന നിയമങ്ങളിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നന്നായി തന്നെ പഠിക്കുക. സുഹൃത്തുക്കളെ, പഠിക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ആസൂത്രണമാണ് നിങ്ങളുടെ നാളത്തെ ഭാവി എന്നത്. അതുകൊണ്ട് വളരെ യുക്തിസഹമായ രീതിയിൽ, വളരെ ആലോചനാപൂർണമായ രീതിയിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വിജയം നേടാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഒരു പിക്നിക്കിന് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ആസൂത്രണം പോലും നമ്മുടെ ഭാവി രൂപപ്പെടുത്താൻ നമ്മൾ കാണിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി നമ്മുടെ മുമ്പിലുള്ള സമയത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്ന് ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് അതിനനുസൃതമായ ഒരു പദ്ധതി തയ്യാറാക്കി നിങ്ങളെല്ലാവരും മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005. നിങ്ങൾക്കറിയാം, നമ്മൾ പല ക്ലാസ്സുകളിൽ ഞാനിത് ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്. 2005 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ സുപ്രധാനങ്ങളായ നിരവധി നിയമങ്ങൾ പാസാക്കിയ ഒരു വർഷമാണ്, അല്ലേ? ഗാർഹിക പീഡന നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ബാലാവകാശ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, ഇങ്ങനെ പോകുന്നു 2005 സുപ്രധാന നിയമങ്ങൾ. ഇതിൽ പലതും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമെന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് 2005 എന്ന് തന്നെ പറയണം. അതിലേക്ക് വരാം. ആ ഇയറൊക്കെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. ഈ ഗാർഹിക പീഡന നിരോധന നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ട് എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ആ വാക്കൊന്നെടുത്ത് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയോ കുട്ടിയോ നേരിടേണ്ടി വരുന്ന പീഡനമാണ് ഗാർഹിക പീഡനം. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയോ കുട്ടിയോ നേരിടേണ്ടി വരുന്ന പീഡനമാണ് ശരിക്കും ഗാർഹിക പീഡനം. അതായത് രക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡനം, സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരിൽ നിന്ന് നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനം, അതാണ് ഗാർഹിക പീഡനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയോ കുട്ടിയോ നേരിടേണ്ടി വരുന്ന പീഡനം. അതാ നോക്കാം, രക്ഷിതാക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ നേരിടുന്ന പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് 2005 പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കിയത്. അതായത് രക്ഷിതാക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ, ഭർത്താവെന്ന് പറയുമ്പം നിയമപരമായി വിവാഹം ചെയ്തതാകാം, അല്ലാതെ പുരുഷ പങ്കാളിയാകാം. ഇപ്പം അങ്ങനെയൊക്കെ ആണല്ലോ. കല്യാണം കഴിച്ചില്ലെങ്കിലും ലിവിങ് ടുഗദർ അതൊരു ഫാഷനായി മാറിയിരിക്കുന്ന സമയമാണ്. പുരുഷ പങ്കാളി. അപ്പോൾ ആ പുരുഷ പങ്കാളിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനമോ ഒക്കെ ഉണ്ടാകാം.
ഈ പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് 2005 പാസാക്കിയ നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. അപ്പോൾ എന്താണ് ഗാർഹിക പീഡനമെന്ന് ഞാൻ പറഞ്ഞു, എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമമെന്നും പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീക്കോ കുട്ടിക്കോ നേരിടേണ്ടി വരുന്ന പീഡനം. എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം? രക്ഷിതാക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അഥവാ പുരുഷ പങ്കാളിയിൽ നിന്നോ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന നിയമമാണ്. ഇപ്പം ഭർത്താവിൽ നിന്ന് പുരുഷ പങ്കാളിയിൽ നിന്നൊക്കെ പറയുമ്പം അത് ഒരുപാട് കുറഞ്ഞു പോയി, അല്ലാതെയുണ്ട്. ബന്ധുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്നതൊക്കെ വരും. ഞാനിപ്പം ജനറലായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ വിശദമായ അർത്ഥങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ നിയമം പാസാക്കിയ വർഷം ഞാൻ പറഞ്ഞു 2005. കൃത്യമായി പറഞ്ഞാൽ 2005 സെപ്റ്റംബർ 13 പാർലമെന്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസാക്കിയത്. ഈ നിയമം നിലവിൽ വന്നതെന്ന് ആ ഡേറ്റും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 2006 ഒക്ടോബർ 26. ഈ 2 ഡേറ്റ് നിങ്ങൾ പഠിക്കണം. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയതെന്ന് 2005 സെപ്റ്റംബർ 13. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന് 2006 ഒക്ടോബർ 6. നോക്കൂ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇപ്പം ഈ നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകളെയും കുട്ടികളെയും സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ആർട്ടിക്കിൾ കൂടി നിങ്ങൾ പഠിച്ചോളുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരം നൽകുന്ന ഒരു ഭരണഘടനാ അനുച്ഛേദമുണ്ട്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെന്റിനും നിയമനിർമ്മാണ സഭകൾക്കും അധികാരം നൽകുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ 15(3) ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ അതാണ് ആർട്ടിക്കിൾ 15. അതുപോലെ തന്നെ ക്ലോസ് 3 ഇതിലാണ് പറയുന്നത് നിയമനിർമ്മാണം നടത്താം. നിയമനിർമ്മാണ സഭകൾക്ക് സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്താം. 15-ാം വകുപ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോൾ വിവേചനം തടയുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുക, ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രദേശ വ്യത്യാസം പാടില്ല എന്നൊക്കെ പറയുന്നത് ആ 15(3) പ്രകാരമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണ സഭകൾക്ക് നിയമം നിർമ്മിക്കാൻ അവകാശം നൽകുന്ന വകുപ്പും അതാണ്, ഓർത്തോളുക. ഇനി നമുക്ക് നോക്കാം, ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഈ നിയമം പ്രയോജനപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നത് ആർക്കൊക്കെയാണ്? അപ്പോൾ ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഗുണഭോക്താക്കൾ ആരെന്ന് ചോദിച്ചാൽ സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടി എന്നാൽ എത്ര വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളാണ്? 18 വയസ്സ്. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് അല്ലെങ്കിൽ വ്യക്തികളെയാണ് കുട്ടി എന്ന നിർവചനത്തിൽ ഈ നിയമം പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് നിയമങ്ങളിൽ അങ്ങനെയാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ മാത്രമല്ല, പോക്സോ നിയമത്തിലും, പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 നമ്മൾ പഠിച്ചതാണ്. എന്താണ് പോക്സോ ആക്ട് പ്രകാരവും കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ പ്രായമുള്ള ആളാണ്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാലും 18 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളാണ്. എന്നാൽ മറ്റൊരു നിയമമുണ്ട്. ഏതാണ്? അതായത് ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടി എന്നാൽ 14 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളാണ്. ഇത് ഏത് വേണോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓർത്ത് വെച്ചുകൊള്ളുക. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ഇവിടെയൊക്കെ ഈ നിയമപ്രകാരം എല്ലാം കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികളാണ്. ഇതേതും പരീക്ഷയ്ക്ക് ചോദിക്കാം, 3ഉം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഗുണഭോക്താക്കൾ ആരെല്ലാം? സ്ത്രീകളും കുട്ടികളും. കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ളവരാണ് കുട്ടി എന്നും കൊണ്ട് അർത്ഥമാകുന്നത്. ഇവിടെ ഈ നിയമപ്രകാരം അപ്പീൽ നൽകാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസമാണ്. ഇവിടെ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസം. നിയമ നടപടികൾ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടത്
എത്ര ദിവസത്തിനുള്ളിൽ? 60 ദിവസത്തിനുള്ളിൽ നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടത് 60 ദിവസത്തിനകം. ഈ അപ്പീൽ നൽകേണ്ടത് 30 ദിവസത്തിനകം. ക്ലിയർ ആയല്ലോ? ഗാർഹിക പീഡന നിരോധന നിയമവും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട നിയമസഹായത്തിനും സംശയ നിവാരണത്തിനുമുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു സൗജന്യ സേവനമാണ് ഞാൻ ഈ പറയുന്നത്. കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു സൗജന്യ സേവനം 181, അതാണ് നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ. ഇത് കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു 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 സൗജന്യ സഹായ ആണ്. അതായത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട സഹായത്തിനും സംശയ നിവാരണത്തിനും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഈ പറഞ്ഞ 181, കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ കീഴിലുള്ള സൗജന്യ സേവനം. ഇനി സ്റ്റേറ്റ് വിമൺ സെല്ല് നമ്പർ എത്രയാണ്? സ്റ്റേറ്റ് വിമൺ സെല്ല്, അതായത് നമ്മുടെ സംസ്ഥാനത്തിലെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് അറിയാമായിരിക്കും. 0471 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ തുടങ്ങാം. 0471 233 8100. 0471 233 8100. ഇതാണ് സ്റ്റേറ്റ് വുമൺ ഹെൽപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വിമൺ ഹെൽപ്പ് സ്റ്റേറ്റ് വിമൺ സെല്ലിൻ്റെ നമ്പർ, വനിതാ സെല്ലിൻ്റെ, സംസ്ഥാന വനിതാ സെല്ലിൻ്റെ നമ്പർ 0471 233 8100. എന്നാൽ കേരള പോലീസ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. അത് കാണാതെ പഠിക്കേണ്ടതില്ല, മനസ്സിൽ പെട്ടെന്ന് പതിയുന്ന നമ്പറാണ്. കേരള പോലീസ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ അതൊക്കെ കുറിച്ച് വയ്ക്കണം. നിങ്ങൾക്ക് എപ്പോഴും സേവനം ആവശ്യമുള്ള ഘട്ടത്തിൽ വിളിക്കാവുന്നതാണ്. 9953 9953. എത്ര എളുപ്പം പഠിക്കാൻ. അപ്പം കേരള പോലീസ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 9953 9953. എളുപ്പമല്ലേ? ഇനി ദേശീയ തലത്തിൽ 24 മണിക്കൂറും ലഭ്യമായ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ദേശീയ തലത്തിലുള്ള വുമൺ ഹെൽപ്പ് ലൈൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് കേരള പോലീസ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നൊക്കെ പറയുന്നതും 24 hours സേവനം തന്നെയാണ്. ദേശീയ തലത്തിൽ ഇതുപോലെ 24 hours സേവനം ലഭ്യമാകുന്ന വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1091 ആണ്. 1091. അപ്പോൾ ഈ നമ്പറുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളുക. കേരള വനിതാ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സൗജന്യ സേവനം 181 എന്ന് പറഞ്ഞു. ഇനി സ്റ്റേറ്റ് വുമൺ സെല്ലിൻ്റെത് 0471 233 8100 എന്ന് പറഞ്ഞു. കേരള പോലീസ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മൾ പറഞ്ഞു 9953 9953. ദേശീയ തലത്തിൽ 24 മണിക്കൂർ ലഭ്യമാകുന്ന വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക. ഇനി ഒരു ചെറിയൊരു പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അതിക്രമത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ലളിതമായി പരാതിപ്പെടാൻ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും തപാൽ വകുപ്പും ചേർന്ന് നടപ്പാക്കിയൊരു പദ്ധതിയുണ്ട്. ആരൊക്കെ ചേർന്നാണ്? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും തപാൽ വകുപ്പും ചേർന്ന് ഈ നമ്മൾ പീഡനത്തിന് ഇരയാകുന്ന, അക്രമത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ സിമ്പിളായിട്ട് ലളിതമായി പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം, ഒരു പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് രക്ഷാദൂത്. ആരൊക്കെയാണ്? വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റും തപാൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് രക്ഷാദൂത്. എന്താണ് ഈ ലളിതമായി പരാതി നൽകുന്ന രീതി? എങ്ങനെയാണ്? ഒരു വെള്ള പേപ്പറിൽ പൂർണ്ണമായ മേൽവിലാസം എഴുതി ഒരു പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. പരാതിയൊന്നും എഴുതണ്ട. നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുമ്പോൾ, ഒരാക്രമണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ മറ്റേതിൽ നിന്നോ ആരിൽ നിന്നോ ഒക്കെ നമുക്കൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെള്ള പേപ്പറിൽ സ്വന്തം അഡ്രസ്സ് മാത്രം എഴുതി ഒരു പെട്ടിയിൽ നിക്ഷേപിക്കണം, തപാൽ പെട്ടികൾ. എന്നിട്ട് അതിൽ തപാൽ എന്ന് രേഖപ്പെടുത്തണം. തപാൽ എന്ന ഒരു വാക്ക് രേഖപ്പെടുത്തി പെട്ടിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ മതി. സ്റ്റാമ്പൊന്നും ഒട്ടിക്കേണ്ടതേയില്ല. ഇത്തരത്തിൽ ലഭിക്കുന്ന അഡ്രസ്സ് സ്കാൻ ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് മാസ്റ്റർ ഈ പേപ്പർ എടുത്ത് അഡ്രസ്സ് സ്കാൻ ചെയ്ത് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇമെയിൽ ചെയ്യുന്നു.
വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതായത് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് സ്വന്തം അഡ്രസ്സ് മാത്രം എഴുതി തപാൽ എന്ന് രേഖപ്പെടുത്തി പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. പോസ്റ്റ് മാസ്റ്റർ ഈ അഡ്രസ്സ് എടുക്കുകയും അത് സ്കാൻ ചെയ്ത് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇമെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. ഇതിനാണ് രക്ഷാദൂത് എന്ന് പറയുന്ന പദ്ധതി. ഒന്ന് ഓർത്തു വെച്ചോളുക. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നമ്മൾ പറഞ്ഞല്ലോ, 2005 പാസ്സാക്കുകയും 2006 നിലവിൽ വരികയും ചെയ്ത ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ 5 അധ്യായങ്ങളും 37 വകുപ്പുകളുമുണ്ട്. എത്രയാണ്? 5 അധ്യായങ്ങളും 37 വകുപ്പുകളുമാണ് ഇതിനകത്തുള്ളത്. ഈ 5 അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ, പ്രാരംഭികം, സെക്ഷൻ 1ഉം 2ഉം അതിനകത്ത് വരുന്നു. 1, 2 വകുപ്പുകളടങ്ങുന്ന പ്രാരംഭികം. 2 ഗാർഹിക പീഡനം എന്ന് പറയുന്ന ഒരധ്യായം, അത് സെക്ഷൻ 3ആണ്. ഒറ്റ വകുപ്പേ അതിനകത്ത് വരുന്നുള്ളൂ, 3. മൂന്നാമത്തത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെയും സേവനദാതാവിൻ്റെയും അധികാരങ്ങളും പ്രവർത്തനങ്ങളും. പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സർവീസ് പ്രൊവൈഡറുടെയും ആരാണെന്ന് നമുക്ക് വ്യക്തമാക്കാം. ഇവരൊക്കെ ആരാണെന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെയും സേവനദാതാവിൻ്റെയും അധികാരങ്ങളും പ്രവർത്തനങ്ങളും പറയുന്ന സെക്ഷൻ 4 മുതൽ 11 വരെ 3-ാം അധ്യായം. ഇനി 4-ാം അധ്യായത്തിൽ ഉത്തരവ് നേടാനുള്ള നടപടിക്രമങ്ങൾ. ഈ ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉത്തരവുകൾ മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കും. ആ ഉത്തരവ് നേടാനുള്ള ഇപ്പം ശരിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ, റെസിഡൻസ് ഓർഡർ, കോമ്പൻസേഷൻ ഓർഡർ, ഇങ്ങനെ പലതുമുണ്ട്. ആ ഉത്തരവുകൾ നേടാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നിയമത്തിലെ 4-ാം അധ്യായത്തിൽ 12 മുതൽ 29 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നു. 5 അധ്യായങ്ങളാണുള്ളത്. 5 മിസലേനിയസ് ആണ്, പല വക, 30 മുതൽ 37 വരെ. അപ്പോൾ ഓർക്കണം, ഈ 5 അധ്യായങ്ങളാണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉള്ളത്. 37 സെക്ഷനുകളുമായിട്ടാണ് ഈ നിയമം നിലനിൽക്കുന്നത്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടത്. ഗാർഹിക പീഡനം എന്നാൽ നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ കുടുംബത്തുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതാണ് ഗാർഹിക പീഡനം എന്നാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ഗാർഹിക പീഡനം തന്നെയാണ്, തെറ്റായ ധാരണയൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്ന ഗാർഹിക പീഡനം. പക്ഷെ ഞാൻ പറയുന്നത് അത് മാത്രമല്ല ഗാർഹിക പീഡനം. അപ്പം ഗാർഹിക പീഡനം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു 4 പോയിന്റ് നിങ്ങൾ പറയണം. ശാരീരികമായ പീഡനം, രണ്ടാമത്തത് വാച്യമോ വൈകാരികമോ മാനസികമായ പീഡനം, മെൻ്റൽ ടോർച്ചറിങ്, മെൻ്റൽ അബ്യൂസ് എന്നൊറ്റ ഇംഗ്ലീഷ് പറഞ്ഞാലും മതി. അപ്പം ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശാരീരികമായ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് ആക്രമിക്കുക, ശാരീരികമായി ഇടിക്കുക, അടിക്കുക, തൊഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസാണ്. അത് ശാരീരിക പീഡനം. അത് തീർച്ചയായിട്ടും ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടതാണ്. ഇനി ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ പറയും. ചില ഭർത്താവും പറയും, ഭർത്താവിൻ്റെ ബന്ധുക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവളുടെ ശരീരത്തിൽ ഞങ്ങൾ തൊട്ടിട്ട് പോലുമില്ല. ശരിയായിരിക്കാം എന്ന് കരുതിയിട്ട് അവിടെ ഗാർഹിക പീഡനം നടന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശരീരത്തിൽ തൊട്ടിട്ടില്ല, മറിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്ന ആയുധത്തെക്കാൾ ഏറെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. വാച്യമായി, വാക്കുകൾ കൊണ്ട്, വൈകാരികമായി, ഇമോഷണലായിട്ട്, മെൻ്റലി തളർത്തുന്ന രീതിയിൽ ആണ് അവളെ പീഡിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ, ചില ശാരീരികമായിട്ടൊന്നും ഉപദ്രവിക്കില്ല, പക്ഷെ ചില പെൺകുട്ടികളോട് ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത് വാക്കുകൾ വളരെ ക്രൂരമാണ്. അതായത് അവളെ വൈകാരികമായിട്ട്, ഇപ്പം ശരിക്ക് പ്രസവിക്കാൻ താമസിച്ചു പോയാൽ സ്ത്രീക്ക് കുറ്റം, പ്രസവിക്കുന്നത് പെൺകുട്ടിയായി പോയാൽ സ്ത്രീയുടെ കുഴപ്പമാണ്. ഇങ്ങനെ അവരെ വൈകാരികമായിട്ട്, അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ. ഇനി വേണമെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നു, ഗതികെട്ട കൂട്ടരാണ്, അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശരീരത്തിൽ തൊടുന്നില്ല, അത് ശരിയാണ്, പക്ഷേ അതും ഗാർഹിക പീഡനം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ശാരീരികമായ പീഡനം,
വാച്യമോ വൈകാരികമോ മാനസികമായ പീഡനം, ലൈംഗിക പീഡനം, സെക്ഷൽ അബ്യൂസ്, ലൈംഗിക പീഡനം, വളരെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായി ആ സ്ത്രീയെ ആക്രമിക്കുക, അതും ഇതിൽപ്പെടുന്നതാണ്, ഗാർഹിക പീഡനത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇനി സാമ്പത്തിക പീഡനം, ഇക്കണോമിക് അബ്യൂസ്, നാലാമത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ സ്ത്രീ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അവരെ ജോലിക്ക് വിടാതെ ആകുന്നു, അവരെ സാമ്പത്തിക സ്രോതസ് തടയുന്നു. ഇനി അവർ ജോലി ചെയ്തു കൊണ്ടുവരുന്ന കാശ് മൊത്തത്തിൽ പിടിച്ചു വാങ്ങുന്നു. ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള അബ്യൂസാണ്. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി അല്ലേ. പല സുഹൃത്തുക്കളും വിചാരിക്കുന്നുണ്ടാകാം, ചുറ്റുവട്ടത്തേക്ക് തന്നെ കണ്ണോടിക്കേണ്ട, വീട്ടിലേക്ക് തന്നെ കണ്ണോടിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ടാകാം ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ശരി, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടത്? കഴിഞ്ഞൊരു പരീക്ഷ ചോദിച്ചാണ് താഴെ പറയുന്നവയിൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടത് ഏത് എന്നിട്ട് ആൻസർ കൊടുത്തിരുന്നു. ശാരീരികമായ പീഡനം, മാനസികമായ പീഡനം, ലൈംഗികമായ പീഡനം, സാമ്പത്തിക പീഡനം. ആൻസർ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതെല്ലാം എന്ത് പറയുന്നത്, നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. അത് ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം. ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ആൻഡ് ഇക്കണോമിക് അബ്യൂസ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. ഇനി ഈ ഗാർഹിക പീഡന, അപ്പോൾ ആ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകാൻ കഴിയുന്നത് ആർക്കാണ് പരാതി നൽകാൻ കഴിയുന്നത്? അതായത് പീഡനത്തിനിരയായ സ്ത്രീ, അവർക്ക് നേരിട്ട് പരാതി ചെയ്യാം. പീഡനത്തിനിരയായ സ്ത്രീക്കോ കുട്ടിക്കോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി മറ്റേതെങ്കിലും വ്യക്തിക്കോ പരാതി നൽകാം. ആർക്ക് വേണോ പരാതി നൽകാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഗാർഹിക പീഡനത്തിന് ഇരയായ ഒരു വ്യക്തിക്ക് അവർക്ക് ചിലപ്പം പരാതിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ടാകാം. അപ്പോൾ അവർക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്ക് പരാതിപ്പെടാം. ഓർത്തോളുക. ഇനി ആർക്കെതിരെയാണ് പരാതി നൽകാൻ കഴിയുന്നത്? ചോദ്യങ്ങൾ വരും, പരീക്ഷയ്ക്ക് ചോദിക്കും. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കെതിരെയാണ് പരാതി നൽകാൻ കഴിയുന്നത്? ഗാർഹിക ബന്ധമുള്ള, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുമായി ഗാർഹിക ബന്ധമുള്ള പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനെതിരെയും അല്ലെങ്കിൽ ഭർത്താവിനെതിരെയും അല്ലെങ്കിൽ പുരുഷ പങ്കാളിക്കെതിരെയും ഇനി ബന്ധുക്കൾക്കെതിരെയും, അത് സ്ത്രീയോ പുരുഷനോ ആകാം, ഇവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആർക്കൊക്കെ എതിരെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാർഹിക ബന്ധമുള്ള പ്രായപൂർത്തിയായ ഏതൊരു പുരുഷനെതിരെയും ഭർത്താവിനെതിരെയും അല്ലെങ്കിൽ പുരുഷ പങ്കാളിക്കെതിരെയും, ഇനി ഭർത്താവിൻ്റെയോ പുരുഷ പങ്കാളിയുടെയോ ബന്ധുക്കൾ, അവർ സ്ത്രീകളോ പുരുഷന്മാരോ ആരോ ആയിക്കോട്ടെ, ഇവർക്കെതിരെയൊക്കെ പരാതി കൊടുക്കാം. ഓർത്തോളുക. ഇനി പരാതി നൽകേണ്ടത് ആർക്ക്? അപ്പോൾ ആരാണ് പരാതി നൽകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആർക്കാണ് പരാതി? അവിടെ ഒരു 4 പോയിന്റ് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗാർഹിക പീഡനം നടന്നു, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എവിടെ പരാതി കൊടുക്കാം? പോലീസിൽ, ലോക്കൽ പോലീസിൽ. അതൊരു സോഴ്സാണ്. അപ്പം പോലീസിൽ പരാതിപ്പെടാം, സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പരാതിപ്പെടാം. പ്രൊട്ടക്ഷൻ ഓഫീസർ ആരാണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ നിയമവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ഇനി സേവനദാതാവ്, സർവീസ് പ്രൊവൈഡർ ആരാണെന്ന് പറയാം. പ്രൊട്ടക്ഷൻ ഓഫീസർ പോലെ പ്രാധാന്യമുള്ള ഒരു 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 പോസ്റ്റാണ് സർവീസ് പ്രൊവൈഡർ, സേവനദാതാവ്. അപ്പം പോലീസിൽ പരാതിപ്പെടാം, സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പരാതിപ്പെടാം, അതായത് പ്രൊട്ടക്ഷൻ ഓഫീസർ. പിന്നെ പറഞ്ഞതാണ് സേവനദാതാവിൻ്റെ അടുത്ത് പരാതിപ്പെടാം, മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് പരാതിപ്പെടാം. പഠിക്കണം. ആർക്കൊക്കെയാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്? പോലീസിൽ പരാതിപ്പെടാം, സംരക്ഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പരാതിപ്പെടാം, സേവനദാതാവിന് മുമ്പിൽ പരാതിപ്പെടാം, മജിസ്ട്രേറ്റിന് മുമ്പിൽ നേരിട്ട് പരാതിപ്പെടാം. ഓപ്ഷനായിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് സാധ്യമായ കാര്യമാണ്.
അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, പോലീസും മജിസ്ട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അവിടെ നമ്മൾ 2 പേര് പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമല്ലേ? ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ? കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ചോദ്യമാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ ഡെഫനിഷനായിട്ട് ഞാൻ പറയുന്നത്. ആ ഡെഫനിഷനാണ് ചോദ്യമായിട്ട് ചോദിച്ചത്. അതായത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പീഡനം അനുഭവിക്കുന്നവർക്ക് നിയമസഹായം നൽകുന്ന ഉദ്യോഗസ്ഥൻ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ചോദ്യം ഇതായിരുന്നു, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പീഡനം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഉദ്യോഗസ്ഥനാര്? പ്രൊട്ടക്ഷൻ ഓഫീസർ അഥവാ സംരക്ഷണ ഉദ്യോഗസ്ഥൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്കുകളിൽ തന്നെയാണ് ചോദ്യം വന്നത്. ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് നിയമസഹായം നൽകുന്ന ഉദ്യോഗസ്ഥനാര്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ. അവിടെ 1-2 ചോദ്യങ്ങളോടെ പഠിക്കുക. സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാര്? സംസ്ഥാന ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള സംരക്ഷണ ഉദ്യോഗസ്ഥനെ, പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതാര്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്. ഈ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം, 8ാം വകുപ്പ് പ്രകാരമാണ് സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത്. സംരക്ഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഈ നിയമത്തിലെ 8ാം വകുപ്പ് പ്രകാരമാണ്. ഇനി ജില്ലകൾ തോറും ആണ് സാധാരണയായി നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത്. ഓരോ ജില്ലയിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കും. ചിലപ്പോൾ ഒരു ജില്ലയിൽ 1-ലധികം പ്രൊട്ടക്ഷൻ ഓഫീസർമാരെയും നിയമിക്കാറുണ്ട്. ഇപ്പം ഒരുപാട് വിശാലമായിട്ടുള്ള ഏരിയ ഉള്ളതാണെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ 1-ലധികം ഓഫീസർമാരെയും നിയമിക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം, സാധാരണയായി പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു വനിതയായിരിക്കും. വനിതകളെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇപ്പം ഇത് വനിതകൾ നേരിടുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്ന പീഡനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഒരു വനിത അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾക്ക് നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ച് വളരെ സ്വാതന്ത്ര്യമായിട്ട് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വനിതയുടെ മുമ്പിലേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഒരു പുരുഷൻ്റെ മുമ്പിൽ പറയാൻ കഴിയുന്നതിന് ചില പരിമിതികളൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമത്തിൽ പറയുന്നത് ഈ സാധാരണ വനിതകളെ ആകണം പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾക്ക് സ്വസ്ഥമായിട്ട്, അപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീയോട് പറയാവുന്നത് കുറെ കൂടെ സ്വാതന്ത്ര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിയമത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ വന്നത്. വനിതകളെയാണ് സാധാരണയായിട്ട് എന്ത് നിയമിക്കുന്നത്? പ്രൊട്ടക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലെ 8ാം വകുപ്പ് പ്രകാരമാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഈ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം പ്രൊട്ടക്ഷൻ ഓഫീസർ ആരാണ്? അതായത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നിയമസഹായം നൽകുന്ന ഉദ്യോഗസ്ഥൻ. നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ 8ാം വകുപ്പ് പ്രകാരമാണ് നിയമിക്കുന്നത്. സാധാരണ ഒരു വനിതയാണ് ഇത്തരത്തിൽ നിയമിക്കുന്നത്. ജില്ലകൾ തോറുമാണ് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്. ഒരു ജില്ലയിൽ തന്നെ 1-ലധികം പ്രൊട്ടക്ഷൻ ഓഫീസർമാരെയും നിയമിക്കാം. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി ആരാണ് സേവനദാതാവ്? സർവീസ് പ്രൊവൈഡർ ആരാണ്? ആദ്യമേ പറയുക, 8 പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ, 9 പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല പറയുന്നു. 10ാം വകുപ്പ് പ്രകാരമാണ് സേവനദാതാവിനെ നിയമിക്കുന്നത്. 10ാം വകുപ്പ് പ്രകാരം ആരാണ് ഈ സേവനദാതാവ് എന്നൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കമ്പനീസ് ആക്ട് 1956 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഏതെങ്കിലും രജിസ്റ്റേർഡ് അസോസിയേഷനാണ് സർവീസ് പ്രൊവൈഡർ. ഇതൊരു രജിസ്റ്റേർഡ് അസോസിയേഷനാണ്, രജിസ്റ്റർ ചെയ്ത് രൂപം കൊള്ളുന്ന. ഏത് നിയമപ്രകാരം?
അതായത് നമ്മുടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് അസോസിയേഷനാണ് നമ്മൾ വിളിക്കുന്നത് സേവനദാതാവ് അഥവാ സർവീസ് പ്രൊവൈഡർ. ഈ സേവനദാതാവിൻ്റെ ചുമതലയും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നതാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെയും സേവനദാതാവിൻ്റെയും പ്രധാന ചുമതല. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ, ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഈ കേസിന് ഒരു മജിസ്ട്രേറ്റിനെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയുമോ അക്കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സർവീസ് പ്രൊവൈഡറുടെയും പ്രധാനപ്പെട്ട ചുമതലയിൽപ്പെടുന്നത്. ശ്രദ്ധിക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട ടേം കൂടി നിങ്ങളിവിടെ പഠിക്കണം. എന്താണ് DIR? ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. DIR ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. സംരക്ഷണ ഉദ്യോഗസ്ഥനോ സേവനദാതാവിനോ ഗാർഹിക പീഡനം സംബന്ധിച്ച് പരാതിക്കാരി നൽകുന്ന പരാതികൾ രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് DIR. അതായത് ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ആ പീഡനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലോ സേവനദാതാവിൻ്റെ മുമ്പിലോ പരാതിയായി അതിൻ്റെ ഇര അവതരിപ്പിക്കും. അത് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഗാർഹിക സംഭവ റിപ്പോർട്ട് അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, DIR. ഈ DIR എന്ന് പറയുന്നത് പീഡനം റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ രേഖയാണ്. മനസ്സിലാകുന്നുള്ളൂ. ഒരു പീഡനം നടന്നു കഴിഞ്ഞു, അവിടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ അവർക്ക് നിയമസഹായം നൽകേണ്ടത്, ഈ സർവീസ് പ്രൊവൈഡർമാരല്ലേ അവർക്ക് നിയമസഹായം നൽകേണ്ടത്. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോ ഈ സർവീസ് പ്രൊവൈഡറോ അവരെ സമീപിക്കുന്നു. അപ്പോഴവിടെ നടന്ന സംഭവങ്ങൾ ഇവരോട് അവർ വിവരിച്ചു കൊടുക്കുന്നു. അതിനെ കൃത്യമായിട്ട് തയ്യാറാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടിൻ്റെ പേരാണ് DIR അഥവാ ഡൊമസ്റ്റിക് ഇൻസിഡൻറ്റ് റിപ്പോർട്ട് അഥവാ ഗാർഹിക സംഭവ റിപ്പോർട്ട്. ഈ DIR എന്ന് പറയുന്നത് ഈ പീഡനം നടന്നു എന്നതിൻ്റെ രേഖയാണ്, അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ രേഖയാണ്. DIR-ൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ആരാ ഒപ്പുവെക്കേണ്ടത്? DIR-ൽ സംരക്ഷണ ഉദ്യോഗസ്ഥനോ സേവനദാതാവോ ഒപ്പുവെച്ചിരിക്കണം. ഇനി ഇരയ്ക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഷെൽട്ടർ ഹോം എന്നിവ ആവശ്യമാണെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവ സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെയും സേവനദാതാവിൻ്റെയും ചുമതലയാണ്. നോക്കൂ, ഈ ഒരു സ്ഥലത്ത് പോയി, പീഡനം നടന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ എന്തു നടന്നു എന്ന് കുറിച്ചെടുത്ത് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റ് മുമ്പിൽ കൊടുക്കുക മാത്രമല്ല ഈ സേവനദാതാവിൻ്റെയും സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം. അവിടെ ഇരയ്ക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പീഡനം നടന്നു, അവരെ അവശയാണ്, അവർക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി അടിയന്തരമായി വേണം, അതെത്തിച്ചു കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം അവർക്ക് താമസിക്കാൻ പറ്റില്ല, അവരെ ജീവൻ അപകടത്തിലാണ്, അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ഷെൽട്ടർ ഹോം ഒരുക്കി കൊടുക്കണം. അപ്പം മെഡിക്കൽ ഫെസിലിറ്റീസ്, ഷെൽട്ടർ ഹോം തുടങ്ങിയവ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിവ സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെയും സേവനദാതാവിൻ്റെയും ചുമതലയാണ്. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ ഈ പറയുന്ന കൃത്യനിർവഹണത്തിൽ പരാജയപ്പെടുന്നു എന്ന് വിചാരിക്കുക. അയാൾ ഈ കൃത്യനിർവഹണമൊന്നും നടത്തുന്നില്ല. പ്രൊട്ടക്ഷൻ ഓഫീസർ കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടാൽ, പ്രൊട്ടക്ഷൻ ഓഫീസറോ നമ്മൾ ഈ പറഞ്ഞ സേവനദാതാവോ കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടാൽ 1 വർഷം വരെ തടവും 20,000 രൂപ വരെ പിഴയും അനുഭവിക്കാൻ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഈ നിയമത്തിലെ സെക്ഷൻ 33 പറയുന്നു. അവരുടെ കൃത്യവിലോപം വല്ലതും നടത്തിയിട്ട് അവർക്ക് ഇതിൽ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തടവ് ശിക്ഷയും 20,000 രൂപ പിഴയും, 1 വർഷം വരെ തടവ് ശിക്ഷയും 20,000 രൂപ പിഴയും, ചിലപ്പോൾ രണ്ടും കൂടി അനുഭവിക്കാനും ബാധ്യസ്ഥരാണെന്ന് ഈ നിയമത്തിലെ 33-ാം വകുപ്പ് പറയും. ഇനി സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ടോപ്പിക്ക് അവസാനിപ്പിക്കാം.
അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കും മജിസ്ട്രേറ്റ് ഏതുമായി ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട് അത് ഈ നിയമത്തിലെ സെക്ഷൻ 18, 19, 20, 21, 22 18, 19, 20, 21, 22 ഒരു 5 സെക്ഷൻ ഓർമ്മിക്കണം. ഞാൻ ഓർഡറായിട്ട് പറയാം. സെക്ഷൻ 18 പ്രകാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊട്ടക്ഷൻ ഓർഡർ. എന്താണ് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗാർഹിക പീഡനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സ്ത്രീക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പം ഈ കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവോ ബന്ധുക്കളോ ഇനി മേലിൽ അവരെ യാതൊരു രീതിയിലും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് പാടില്ല, അവർ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ യാതൊരു രീതിയിൽ ഉപദ്രവിക്കാൻ പാടില്ല. പ്രൊട്ടക്ഷൻ ഓർഡറാണ് ഇതിലെ സെക്ഷൻ 18 പ്രകാരം. ഈ നിയമത്തിലെ സെക്ഷൻ 19 പ്രകാരം പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റെസിഡൻസ് ഓർഡറാണ്, പാർപ്പിട ഉത്തരവ്. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ പുറത്തിറക്കി വിടാൻ പറ്റില്ല. അതിന് ഭർത്താവിൻ്റെ വീടായിരിക്കാം, എന്നാലും അവരെ പുറത്തിറക്കാൻ പറ്റില്ല. അതാണ് റെസിഡൻസ് ഓർഡർ, പാർപ്പിട ഉത്തരവ്. അവർക്കവിടെ അഭയം കൊടുത്തേ മതിയാകൂ. ഈ നിയമത്തിലെ സെക്ഷൻ 20 പറയുന്നത് മോണിറ്ററി റിലീഫിനെ കുറിച്ചാണ്. പീഡനം നടന്നു, വഴക്കുണ്ട്, എല്ലാം ശരി തന്നെ, അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ചെലവിന് കൊടുക്കണം, അതും നടത്തിയിരിക്കണം എന്ന് പറയുന്നു സെക്ഷൻ 20. ഇനി കസ്റ്റഡി ഓർഡർ, ചിലപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മയുടെ അടുത്ത് നിന്ന് ഇയാൾ പിടിച്ചെടുത്തുകൊണ്ട് പോയെന്നൊക്കെ വരാം. ഭർത്താവ് ഇപ്പം ചിലപ്പോൾ മുലയൂട്ടുന്ന കുട്ടിയെ തന്നെ ആകാം, അതിന് അമ്മയുടെ ഒരു പരിചരണം അത്യാവശ്യമുള്ള ഘട്ടത്തിലാണ്. വാശി വന്ന് ഇയാളെ കൊച്ചിനെ തരില്ല എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സമൂഹത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. അയാൾ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ കുട്ടിയെ നല്ല രീതിയിൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഈ സ്ത്രീയോടുള്ള വാശിയാണ്. അവർക്ക് കുട്ടിയെ തരില്ല, അവരും മാന്യമായ രീതിയിൽ കുട്ടിയെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരോടുള്ള വാശി തീർക്കുന്നത് ഈ കുഞ്ഞിന് എന്തുമാത്രം ദോഷമാണ് വരുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ കുട്ടിയെ അവിടുന്ന് ബലം പ്രയോഗിച്ചെടുത്തുകൊണ്ട് പോവുകയും പോണ വഴിക്ക് ചിലപ്പം ഷാപ്പിലൊക്കെ കയറിയിട്ടായിരിക്കും പുള്ളി പോകുന്നത്, ആ ഷാപ്പിൻ്റെ നടയിൽ വെച്ചിട്ടായിരിക്കും അകത്ത് കയറുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ നോട്ടം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തടഞ്ഞുകൊണ്ട് കസ്റ്റഡി ഓർഡർ പുറപ്പെടുവിക്കാം. അത് കുട്ടിയെ അമ്മയുടെ കസ്റ്റഡിയിൽ തന്നെ വയ്ക്കാൻ ഓർഡർ പുറപ്പെടുവിക്കുന്നു. അത് 21-ാം വകുപ്പ്. ഇനി 22-ാം വകുപ്പിൽ പറയുന്നത് കോമ്പൻസേഷൻ ഓർഡർ. ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ സ്വത്ത് വകകളെല്ലാം നശിപ്പിക്കുന്നു, അടിച്ചു തകർക്കുന്നു, അവരുടെ മാല വലിച്ചു പൊട്ടിക്കുന്നു, അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുന്നു, അതെല്ലാം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് കോമ്പൻസേഷൻ ഉത്തരവ് 22-ാം വകുപ്പ് പ്രകാരം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ സംരക്ഷണ ഉത്തരവ് പ്രൊട്ടക്ഷൻ ഓർഡർ 18-ാം വകുപ്പ്, പാർപ്പിട ഉത്തരവ് റെസിഡൻസ് ഓർഡർ 19-ാം വകുപ്പ്, പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് റിലീഫ് അഥവാ സാമ്പത്തിക പരിഹാരം സെക്ഷൻ 20, കസ്റ്റഡി ഉത്തരവ് കസ്റ്റഡി ഓർഡർ 21 സെക്ഷന്, അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഓർഡർ നഷ്ടപരിഹാര ഉത്തരവ് സെക്ഷൻ 22. സുഹൃത്തുക്കളെ, ഈ നിയമം ഇവിടെ അവസാനിക്കുകയാണ്. ഗാർഹിക പീഡന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. നന്നായി പഠിക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.